റൊട്ടി റെഡി റൊട്ടി റെഡി. ഇതിന്റെ കറി എന്താണെന്നറിയോ? അറബിയിൽ കിബ്ദ എന്നും ഇംഗ്ലീഷിൽ ലിവർ എന്നും മലയാളത്തിൽ കരളെന്നും പറയും. എൻ്റെ തമിഴും ഹിന്ദി എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല, പിന്നെ ഒന്നും ഞാൻ പറയണില്ല എന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു ലിവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആ കടയിൽ നിന്ന് തന്നെ ഇതേപോലെ അങ്ങോട്ട് കനം കുറച്ചെല്ലാം നൈസായിട്ട് കേട്ടോ എനിക്ക് വെട്ടി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്പി കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിടാൻ ഞാൻ മറന്നതല്ല കേട്ടോ, ഉപ്പ് ഈ സമയത്തൊന്നും ഇടൂലാന്നേ. ഉപ്പിട്ട് നമ്മൾ കരൾ വേവിച്ചാൽ ഇതിങ്ങനെ ബലത്തിലിരിക്കും. പിന്നെ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കൊന്നും വേണ്ട, നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചങ്ങോട്ട് വെച്ചോ. കുറച്ച് കഴിയുമ്പോൾ നല്ലോണം അങ്ങോട്ട് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം അങ്ങോട്ട് പറ്റിക്കഴിഞ്ഞാലല്ല നമ്മളെ ലിവർ വേവൽ പരിപാടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഉപ്പിട്ടിട്ടാണ് വഴറ്റിയിരിക്കണേ. ഇനി ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് പിന്നെ ഒന്നും കൂടെ വഴറ്റി കൊടുത്തോളൂ കേട്ടോ. പൊടികളായിട്ടുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും മാത്രം മതി. പിന്നെ ഉണ്ടല്ലോ ഈ മസാലയിലൊക്കെ മുളകിൻ്റെ പൊടി ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കുത്താണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള കരളും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തോ. ഇനി വെളിച്ചെണ്ണ കുറവൊക്കെ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതാ അവിടെ അങ്ങനെ സിമ്മിൽ കിടക്കട്ടെ. ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയിട്ടെ, ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പും ചതച്ച കുരുമുളക് തന്നെ ഇടണട്ടെ. നോട്ട് ദ പോയിന്റ്, ചതച്ച കുരുമുളക്. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാം കൂടെ നല്ലോണം നേരം മിക്സ് ചെയ്തിട്ട് നമുക്കിത് എന്തോരം ഇങ്ങനെ കറുകറ വരണം അല്ലെങ്കിൽ എന്തോരം ഗ്രേവിയിൽ വരണമൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ.